നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ വരുന്ന ഒരു വർഷത്തെ ഓരോ രാശിക്കാരുടെ സാമാന്യ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുവർഷം ജ്യോതിഷശാസ്ത്രപ്രകാരം മലയാളികൾ ചിങ്ങം തൊട്ട് കർക്കിടകം വരെ പുതുവർഷമായി ആചരിക്കും. അതുപോലെ ജ്യോതിഷ പ്രകാരം മേടമാസം തൊട്ട് മീനം വരെ വിഷുഫലമായിട്ട് നമ്മൾ നോക്കും. ഇങ്ങനെ പല രീതിയിൽ നോക്കാറുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ പുതുവർഷം എന്ന് പറയണേ ജനുവരി 1 തൊട്ട് തന്നെയാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയാണ് എന്ന് നോക്കാം. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ പുതുവർഷത്തെ മനസ്സിലാക്കി പുതുവർഷത്തെ പ്ലാൻ ചെയ്ത് അടുത്ത 2026 വരവേൽക്കുന്നതിന് മുമ്പ് 26 എങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഓരോ രാശിക്കാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിലൂടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇന്ന് മിഥുനം രാശിക്കാരുടെ ഫലത്തെ നമുക്ക് നോക്കാം. മിഥുനം രാശിയിൽപ്പെടുന്ന മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, അതായത് 3/4 ഭാഗവും ചേർന്ന 2.25 നക്ഷത്രമാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയാണ്? നമ്മളെപ്പോഴും ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ജ്യോതിഷശാസ്ത്രത്തിൽ. വ്യാഴമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കണേ. ഒരു ജാതകം, ഒരു ജ്യോതിഷി ഒരു കുഞ്ഞ് ജനിച്ച് ജാതകം എഴുതുമ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിക്കാണ്. കാരണം ലക്ഷം ദോഷം ഗുരുഹന്തി, ജ്യോതിഷത്തിലെ ഗുരു എന്ന് പറയുന്നത് വ്യാഴത്തിന് തന്നെയാണ്. അപ്പോൾ ഓരോ പീരീഡിൽ വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. സമ്പത്തിൻ്റെ ഗ്രഹവും കൂടിയാണ് വ്യാഴം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം, ഇപ്പോൾ മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന സമയമാണ്. ഈ ജൂൺ മാസം ആകുമ്പോൾ ജന്മത്തിൽ നിന്ന് 2ലേക്ക് മാറും. 2 ധനസ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിയെ തരും എന്നുള്ളതിന് സംശയം വേണ്ട. സാമ്പത്തിക മേന്മയുണ്ടാവും. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾക്ക് നേട്ടഫലത്തെ തരും. ചെയ്യുന്ന കാര്യങ്ങളെ വിജയിപ്പിച്ച് തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ കണ്ടക ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ സാരമായി ബാധിക്കും. കണ്ടകന് ഇടയ്ക്ക് ശനി ഒന്ന് മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അത് താൽക്കാലിക മാറ്റമാണ്. അപ്പോൾ വക്രഗതി പൂർവ്വഗതി ഫലത്തെ കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം ഗ്രഹങ്ങൾ മാറിയും അല്ലെങ്കിൽ ഒക്കെ പോവുമെങ്കിലും ഗ്രഹങ്ങൾ ആ സ്ഥിരരാശിക്ക് തന്നെയാണ് ഫലം. അപ്പോൾ കണ്ടക ശനിയുടെ ബന്ധം ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തടസ്സത്തിലൂടെ മുന്നോട്ട് പോകത്തുള്ളൂ. സാമ്പത്തികമായി പുരോഗതിയൊക്കെ വരും, ചെയ്യുന്ന കാര്യം വിജയിക്കും, പക്ഷേ ഈസി ആയിട്ട് കാര്യങ്ങൾ പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വ്യാഴം നിങ്ങൾക്കെല്ലാം തരാനായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും തടസ്സത്തിലൂടെ എല്ലാത്തിനും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ ഫലസിദ്ധി കിട്ടത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് 50-50 ആയിപ്പോവും. അതിനുവേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനി വ്രതം നോക്കണം. ശനി വ്രതത്തോടുകൂടി ശനീശ്വരനെ കൊണ്ടുപോകണം. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തി എടുക്കുന്നതോടുകൂടി തടസ്സം മാറും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത്, ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. അതുപോലെ 2ലേക്ക് വ്യാഴം പറഞ്ഞതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ടിനെ കൊടുക്കും. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ശനിയെ ഒന്ന് പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല.
അതിനുവേണ്ടി ശനി പൂജ ചെയ്ത് പോകണം. നീരാഞ്ജനം കത്തിക്കുകയും ശനി വ്രതം നോക്കുകയും ഒക്കെ ചെയ്ത് പോകുമ്പോൾ ആ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് സൂര്യഭഗവാനെ തൊഴുകയും ഒക്കെ ചെയ്ത് പോകുമ്പോൾ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പലരും ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ട് അവർ വിളിച്ച് വിഷമം പറയാറുണ്ട്. അതുകൊണ്ടാണ് ബെൽ ബട്ടൺ കൂടി അമർത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ ലഭിക്കും. നമുക്ക് ആ സമയം നിങ്ങളെ അറിയാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവരും കൂടി ഇതറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകട്ടെ. അതുപോലെ തന്നെ കൺസൾട്ടേഷന് വേണ്ടി നാട്ടിൽ മാത്രമല്ല ദുബായിലും മറ്റ് രാജ്യങ്ങളിലും കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ദുബായിൽ തന്നെ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ളവർക്ക് സൗകര്യാർത്ഥം അവിടെയും വന്ന് കൺസൾട്ട് ചെയ്യാം. എല്ലാ മാസവും ഒരു നിശ്ചിത സമയം അവിടെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. മിഥുന രാശിക്കാർക്ക് നല്ലൊരു വർഷമാണ് പുതുവർഷം. 2026 പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് വളരെ വിജയസാധ്യതയുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് ആ വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊള്ളുക. എല്ലാ മിഥുന രാശിക്കാർക്കും ഐശ്വര്യപ്രദമായ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.